നാട് മുഴുവൻ ഓടി നടന്ന് വീട് മുഴുവൻ കയറിയിറങ്ങി കേരളത്തെ നമ്പർ 1 ആരോഗ്യ കേരളമാക്കി മാറ്റുന്നതിന്റെ കാരണക്കാർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച 13 ദിവസമായ സമരത്തിലാണ്. ഈ മാസം 10-ന് ആരംഭിച്ച സമരം ഇന്ന് 13-ാം ദിവസം പിന്നിടുമ്പോഴും സർക്കാർ തിരിഞ്ഞു നോക്കുന്നേയില്ല. ഇഷ്ടക്കാർക്ക് ശമ്പളം ഇഷ്ടം പോലെ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായ സർക്കാർ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല ആ മുദ്രാവാക്യങ്ങളും നിലവിളികളും. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനമെമ്പാടുമുള്ള ആശാവർക്കർമാർ ഈ ഡിമാൻഡ് അംഗീകരിച്ച് സമരം തീരുന്നതുവരെ പണിമുടക്കുക. ഗവൺമെന്റ് സമരക്കാരുമായി ചർച്ച ചെയ്യലേ മാർഗമുള്ളൂ. മറ്റൊരു കുറുക്ക് വഴി ഇവിടെ ഇല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്നവരെ ഞങ്ങൾ പണിമുടക്കും, ഇത് തുടരും. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സമരം ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം, ആ മന്ത്രിമന്ദിരം ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണോ പറയുന്നത്? ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാനാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കേണ്ട വെളുപ്പാങ്കാലത്ത് വീടാന്തരം പോയി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ കോളിംഗ് ബെല്ലടിച്ച് വിളിച്ചുണർത്തി അവരുടെ വോട്ട് ചോദിക്കാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുണർത്തി അവരോട് വോട്ട് ചോദിക്കാം. ആ വോട്ടിന്റെ പേരിൽ MLA ആകാം, ആ MLA ആയതിന്റെ പേരിൽ മന്ത്രിയാകാം. അന്നേരം ഒന്നുമില്ലാത്ത ഓഫീസ് ടൈം ഈ സാധു മനുഷ്യന്മാർ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് മന്ത്രിമന്ദിരത്തിലേക്ക് വരുമ്പോൾ മാത്രം ഓഫീസ് ടൈം പറഞ്ഞാൽ 2026-ൽ ഇരിക്കാൻ ആ ഓഫീസ് ഉണ്ടാകില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും. റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ ഈ സമരം 13-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സമരം ഇനി കൂടുതൽ കടുപ്പിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുക തന്നെയാണ് സർക്കാർ ഇപ്പോഴും, അല്ലേ? സ്മൃതി, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 13 ദിവസം പിന്നിടുന്നു. പക്ഷേ സർക്കാർ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറാവുന്നില്ല. പ്രഹസനം എന്നുള്ള നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ ചെറിയൊരു ചർച്ച വെച്ചെങ്കിലും പിന്നീട് ആ ചർച്ചയ്ക്കോ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനോ അതിനൊരു പരിഹാരം കാണുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ 13 ദിവസവും രാത്രിയും പകലും ഈ സെക്രട്ടേറിയറ്റ് നടക്കൽ, ഈ ഫുട്പാത്തിൽ, ഈ റോഡരികിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ ഈ സമരം വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ട് ഉള്ളത്. ഇന്ന് കോൺഗ്രസ് അതുപോലെ തന്നെ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് പിന്തുണ അറിയിച്ച ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില അല്ലെങ്കിൽ പല പിന്തുണകളും ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് ഈ അതായത് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക്, ബോഡി ബിൽഡറായിട്ടുള്ള താരങ്ങൾക്ക് CI തസ്തിക നൽകിക്കൊണ്ട് അവരെ ഈ പോലീസ് സേനയിലേക്ക് എടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മാസം ലക്ഷങ്ങളുടെ ബാധ്യത സർക്കാരിനുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പള വർധനവ് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും സംസ്ഥാന സർക്കാർ പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ആശാ വർക്കർമാരുടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ട് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ സമരം വിവിധ ജില്ലകളിൽ നിന്ന് കൂടുതൽ പേരെ എത്തിച്ചുകൊണ്ട് ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് ഈ ആശാവർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്.